ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിലെ ക്ലോഷേഴ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോകാം. ഞാനിവിടെ ഒരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. എ ക്ലോസ്ഡ് ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ഫംഗ്ഷൻ ബണ്ടിൽഡ് ടുഗദർ വിത്ത് ഇറ്റ്സ് ലെക്സിക്കൽ സ്കോപ്പ്. ലെക്സിക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത് ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ഇറ്റ് വാസ് ഡിക്ലെയർഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിന്നെ ഒരു ഇതും കൂടെ പറഞ്ഞിട്ട് വെൻ എ ഫംഗ്ഷൻ ഈസ് ക്രിയേറ്റഡ് ഇറ്റ് റിമെമ്പേഴ്സ് ദ വേരിയബിൾസ് ഫ്രം ദ സ്കോപ്പ് വെയർ ഇറ്റ് വാസ് ഡിഫൈൻഡ്. അത് നമുക്ക് ഫംഗ്ഷൻ റിമെമ്പർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എക്സാമ്പിളിൻ്റെ അത് കാണാം. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു പേരന്റ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒരു നെസ്റ്റഡ് ആയിട്ട് അടുത്തൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഈ ലെക്സിക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ വൈ ഉണ്ടല്ലോ, ഇതിനെ റിട്ടേൺ അങ്ങ് മാറ്റിക്കളയാം. ഈ വൈ നിൽക്കുന്ന ഫംഗ്ഷന്റെ ഇൻസൈഡ്. ഓക്കെ, ഇതാണ് ലെക്സിക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ ഫംഗ്ഷൻ വിത്ത് എ ഫംഗ്ഷൻ ബണ്ടിൽഡ് ടുഗദർ വിത്ത് ഇറ്റ്സ് ലെക്സിക്കൽ സ്കോപ്പ്. ഓക്കെ, അപ്പം ഈ വൈ എന്ന് പറയുന്ന ഫംഗ്ഷന് ഈ കേർലി ബ്രേസസിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളെയും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ആഫ്റ്റർ എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും ഈ വൈ എന്ന് പറയുന്ന ഫംഗ്ഷന് ഈ എ ഈക്വൽ ടു 200 എന്നുള്ള വാല്യൂവിനെ ഓർത്ത് വെക്കാൻ പറ്റും. അതാണ് ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്ക് F1 ഒന്ന് കോൾ ചെയ്യാം. F1 കോൾ ചെയ്യുമ്പോഴത്തേക്ക് ആ 200 അവിടെ പ്രിന്റ് ആവും. ഓക്കെ, ഇതോടെ അടിച്ചല്ലോ. F1 ഈസ് നോട്ട് എ ഫംഗ്ഷനോ അതെ. ഓക്കെ, റിട്ടേൺ നമ്മൾ എടുത്തു കളഞ്ഞു. ഓക്കെ, ഇപ്പൊ 200 അവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ എക്സിനെ കോൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കോഡ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പം ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കോഡ് എക്സിക്യൂഷൻ നടക്കുന്നതെന്ന് പോയി നോക്കിയിട്ട്, ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ഇല്ല. ഞാൻ കോൾ സ്റ്റാക്കിനെ കുറിച്ചും എക്സിക്യൂഷൻ കോണ്ടസ്റ്റിനെ കുറിച്ചും വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് പോയി റെഫർ ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ജാവാസ്ക്രിപ്റ്റ് കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നത്, അതിൻ്റെ അകത്ത് എക്സിക്യൂഷൻ കോണ്ടക്സ്റ്റിനെയും കോൾ സ്റ്റാക്കിനെയും കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലോഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വെറും ഡെഫിനിഷൻ പറയുന്നതിന് പകരം എന്താണ് ഇന്നർ വർക്കിംഗ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനൊരു സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റിന്റെ കോൾ സ്റ്റാക്കിന്റെ അകത്തോട്ട് ഒരു എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഈ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിന്റെ അകത്ത് നമ്മൾ ഈ രണ്ട് ഫേസസ് ഉണ്ട്, മെമ്മറി അലോക്കേഷൻ ഫേസും കോഡ് എക്സിക്യൂഷൻ ഫേസും. ഓക്കെ, അപ്പം നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് പോകണം. നിങ്ങൾ ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. നമ്മൾ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിന്റെ അകത്തോട്ട് ഈ വേരിയബിൾസിനെയും ഫംഗ്ഷൻസിനെയും എല്ലാം എടുത്തു വെക്കും. അതിന്റെ ഫംഗ്ഷന്റെ റണ്ണിങ് കഴിയുന്ന സമയം എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് റിമൂവ് ആവും. പിന്നെയാണ് ഗാർബേജ് കളക്ഷനും പരിപാടിയെല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നമുക്ക് ഈ എ എന്ന് പറയുന്ന ഒരു വേരിയബിളും ഈ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഈ F1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് എന്താ പറയാ, ഈ F1 എന്ന് പറയുന്ന വേരിയബിൾ ഈ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ആയിരിക്കും F1. ഈ ഫംഗ്ഷൻ ആയിരിക്കും F1 അകത്തുള്ളത്. അപ്പം ഇവിടെ ഈ 200 എന്ന് പറയുന്ന റെഫറൻസ് ഒന്നുമില്ല. നമുക്ക് ആകെപ്പാടെ തിരിച്ച് കിട്ടുന്നത് ഈ ഈ ഫംഗ്ഷനെ മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ വേറെ ഒന്നുമില്ല. ഈ എ ഈക്വൽ ടു 200 എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് അത് ഓർത്തിരിക്കും. ഓക്കെ, ഈ ഫംഗ്ഷന്റെ ലെക്സിക്കൽ സ്കോപ്പിലുള്ള കാര്യങ്ങൾ ജാവാസ്ക്രിപ്റ്റ് ഓർത്തിരിക്കും. ഓക്കെ, അപ്പം ഈ 200 ഇവിടെ പ്രിന്റ് ആവും. ഇവിടെ വേറെ ഒരിടത്തും ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പം ഈ 200നെ ജാവാസ്ക്രിപ്റ്റ് സേവ് ചെയ്യുന്നത് എന്താ പറയാ, ക്ലോഷർ സ്കോപ്പ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിന്റെ അകത്തായിരിക്കും ഈ ഒബ്ജക്റ്റിനെ സേവ് ചെയ്യുക, അല്ല സോറി, ഈ വേരിയബിളിനെ സേവ് ചെയ്യുക. പിന്നെ വേരിയബിൾസിനെ മാത്രമല്ല, നമ്മൾ ഒബ്ജക്റ്റ് റെഫറൻസുകൾ, ഫംഗ്ഷൻസ്, ഈ ലെക്സിക്കൽ സ്കോപ്പിൻ്റെ അകത്തുള്ള ഒരുമാതിരി എല്ലാ കാര്യങ്ങളെയും ജാവാസ്ക്രിപ്റ്റിന് പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ക്ലോസർ ഫോം ചെയ്യുന്നതുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സെറ്റ് ടൈം ഔട്ട്, പിന്നെ ഐട്രേറ്റർ, അങ്ങനെയൊക്കെ, പിന്നെ മെമ്മോയ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ആ ഫംഗ്ഷൻ എല്ലാം പോസിബിൾ ആകുന്ന ഈ ക്ലോഷർ എന്ന് പറയുന്ന ഒരു കേസുകളാണ്. പിന്നെ ഫംഗ്ഷൻ കറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പോസിബിൾ ആകുന്നത് ഈ ക്ലോഷർ എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടൊരു 3 നെസ്റ്റഡ് ഫംഗ്ഷൻസ് ആക്കാം. ഞാനിവിടെ കോഡ് ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ കോഡ്. ഫംഗ്ഷൻ ഇവിടെ 3 ഫംഗ്ഷൻസ് ഉണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസ് ഉണ്ട്. എക്സിന്റെ ഇൻസൈഡിൽ വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അപ്പം ഈ എക്സിനെ കോൾ ചെയ്യുന്ന സമയത്ത് എക്സിന് വേണ്ടിയിട്ടുള്ള എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്
സ്റ്റാർട്ട് ചെയ്യും. പിന്നെ രണ്ടാമതൊരു പുതിയ ഫംഗ്ഷൻ ഇതിൻ്റെ അകത്ത് നെസ്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിനകത്തോട്ട് തന്നെ പിന്നെ വേറൊരു എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് വരും ഈ വൈക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റുകൾ ഫോം ചെയ്യും. പിന്നെ നിങ്ങൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. ഈ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഈ വൈയുമായിട്ടൊരു ലെക്സിക്കൽ സ്കോപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ വൈ എക്സുമായിട്ട് ലെക്സിക്കൽ സ്കോപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഇസഡ് എന്ന് പറയുന്ന സാധനത്തിന് ഇതിന്റെ ഈ ഒരു കേർലി ബ്രേസസിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടായിരിക്കും. അപ്പം എയും ബിയും കാണും. ഇവിടെയും ഇപ്പം ഈ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഈ എഫ് എൻ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഇത്രയും ഈ ഫംഗ്ഷൻ ഇത്രയും പാർട്ട് മാത്രമേ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരിക്കുള്ളൂ. ഈ എയും ബിയുടെ എല്ലാം റെഫറൻസ് നമ്മുടെ ലെക്സിക്കൽ സ്കോപ്പിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ക്ലോസർ ഫോം ചെയ്തുകൊണ്ട് അതിന് കിട്ടും. ഓക്കെ, അപ്പം ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും 100ഉം 2000 വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഫംഗ്ഷൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും ഈ രണ്ട് ഫംഗ്ഷൻ്റെ അകത്ത് ഇപ്പം നെക്സ്റ്റ് ഇനിയിപ്പോൾ അകത്തോട്ട് പോയാലും ഈ സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, അതാണ് ക്ലോഷർ. നമുക്കിപ്പം പിന്നെ ഇതിൻ്റെ അകത്തെ വാല്യൂസ് ഇപ്പം ഈ ഒരു എക്സാമ്പിളിനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ എ ഈക്വൽ ടു 200 ഉണ്ട്. ഞാൻ ഇവിടെ പിന്നെ എന് ഒരു 2000 ആക്കി. ഓക്കെ, ഈ റിട്ടേൺ മാറ്റി നമ്മൾ റിട്ടേൺ വൈ എന്നാക്കി. ഓക്കെ, അപ്പം ഈ വേരിയബിളിന്റെ വാല്യൂ അല്ല ഷെയർ ആകുന്നത്, വേരിയബിളിന്റെ റെഫറൻസ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് 2000 ആയിരിക്കും. ഓക്കെ, ആദ്യം 200 ആയിരുന്നു, പിന്നെ 2000 ആയിരുന്നു. അപ്പം ഈ ഒരു സ്കോപ്പാണ്. പിന്നെ ഈ സ്കോപ്പിന്റെ അകത്തുള്ള വാല്യൂസിന്റെ റെഫറൻസ് ആണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ക്ലോഷർ എന്ന് പറയുന്നത്, എ ഫംഗ്ഷൻ വിത്ത് ഇറ്റ്സ് ലെക്സിക്കൽ സ്കോപ്പ് ബണ്ടിൽ ടുഗദർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്റർവ്യൂസിനും ചോദിക്കുന്നതാണ് എന്താണ് ക്ലോഷർ, എന്താണ് ലെക്സിക്കൽ സ്കോപ്പ്. ഇനിയിപ്പം ഇതുപോലത്തെ ഇന്റർവ്യൂ സ്പെസിഫിക് വീഡിയോസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.